ഇന്ന് ചെയ്യുന്നത് മനസ്സിലായില്ലേ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇയറിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ്, ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പേൾ ചെയിൻ എടുത്തിട്ടുണ്ട്, ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോൾ ചെയിൻ ഇല്ലേ, അതാണ്. അതൊരു ഗോൾഡ് അല്ല, ഞാനൊരു മെറ്റാലിക് കളറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, ആൻറ്റി കളറിലെ അതിൻ്റെയാണ്. മെറ്റാലിക്കിൻ്റെ ആൻറ്റിക്കിൻ്റെ. പിന്നെ ഞാൻ സ്റ്റോൺ സെൻറ്ററിൽ ആ ബ്ലാക്ക് കളർ സ്റ്റോൺ വെച്ചു. എന്നിട്ട് ഒരു റൗണ്ട് ഞാൻ വാക്സ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വാക്സ് സ്ട്രിപ്പിലാണ് ഒട്ടിക്കുന്നത്. വാക്സ് സ്ട്രിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളറുള്ള സ്റ്റോൺ വെച്ചു. അതിനുശേഷം ഒരു റൗണ്ട് എന്ത് കവർ ചെയ്തു? സ്റ്റോൺ ചെയിൻ, ബോൾ ചെയിൻ കവർ ചെയ്തു. ഈ ബോൾ ചെയിൻ കട്ടായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ കട്ട് ചെയ്യുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കൈയൊക്കെ കട്ടാവാൻ വെച്ചാൽ നമ്മൾ ഈ ബലം കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയൊക്കെ നന്നായിട്ട് കട്ടായി പോകും. എന്നിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഇരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു റൗണ്ട് ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ ബോൾ ചെയിൻ അല്ല, പേൾ 2 കളറിലുണ്ട്, വൈറ്റും ഉണ്ട്, ഒരു ക്രീം പോലത്തെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ക്രീം ഷെയ്ഡുള്ള പേളാണ് കൊടുത്തിരിക്കുന്നത്. പേൾ ചെയിൻ വെച്ച് അങ്ങനെ എന്താ പറയുക, അതിനെ കവർ ചെയ്ത് ഒട്ടിക്കുക. കാരണം ഇത് വലിയ ഗ്യാപ്പില്ല. അപ്പോൾ നമുക്കിങ്ങനെ അടുത്തടുത്ത് ഞെരുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി, കൈ കൊണ്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഒരു റൗണ്ട് അതും ചുറ്റുന്നു. ഇതിപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മുടെ തൂങ്ങുന്ന ഹാങ്ങിങ് ഇല്ലേ, ഈ ഹാങ്ങിങ്ങിൻ്റെ പോർഷന് ആ സ്റ്റഡിന് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ലെയർ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആദ്യം ഒരു ബോൾ ചെയിൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പേൾ ചെയിൻ. ഇനി കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ പേൾ ചെയിൻ ഒന്നുകൂടെ ഓരോ റൗണ്ടും കൂടെ പേൾ ചെയിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു റൗണ്ടും കൂടെ ബോൾ ചെയിൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫുള്ളല്ല, അതിൻ്റെ ഒരു ഹാഫിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് കംപ്ലീറ്റ് നമ്മുടെ കുന്തൻ സ്റ്റോൺ, ചെറിയ സെറാമിക് കുന്തൻ കൊടുത്ത് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സെറാമിക് കുന്തന് പകരം നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ സെൻറ്ററിൽ ബ്ലാക്കിന് പകരം വേറെ കളർ കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള കുന്തൻ സ്റ്റോണും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് മതി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്തു, അങ്ങനെയേ ഉള്ളൂ. കാരണം ഞാൻ കമ്മൽ അധികം കസ്റ്റമൈസേഷൻ ചെയ്യാറില്ല. ഞാൻ പിന്നെ ഒത്തിരി വലിയ കമ്മൽ ഇടാറുമില്ല, അതുകൊണ്ടാണ് കമ്മൽ അധികം ചെയ്യാത്തത്. കാരണം കസ്റ്റമൈസേഷൻ എടുക്കുമ്പോൾ അതേ കളറ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ്. കൂടുതലും ഹെയർ ബാൻഡൊക്കെയാണ് കൂടുതലും ചെയ്ത് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഹാഫിൻ്റെ ബാലൻസ് വന്നില്ല മേൽ പോർഷൻ, ആ മേൽ പോർഷനിലേക്ക് ഞാനിപ്പോൾ ഹാഫ് കുന്തൻ സ്റ്റോൺ കൊടുത്ത് ബാക്കി നമ്മുടെ ബോൾ ചെയിൻ വെച്ചിട്ട് അവിടെ അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, പകുതി താഴെയുള്ള ഭാഗത്ത് ഞാൻ കുന്തൻ സ്റ്റോൺ കൊടുത്തു. മേളിലാണ്, അവിടെ കുന്തൻ സ്റ്റോൺ അല്ല, അതിന് പകരം ഞാൻ ബോൾ ചെയിൻ കൊടുത്തു. ഈ ബോൾ ചെയിൻ കട്ട് ചെയ്തെടുത്തില്ലേ, കട്ട് ചെയ്തത് എൻ്റെ കയ്യിലായിരുന്നു. ആ കട്ട് നന്നായി കൈമുറിഞ്ഞു. ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ബാക്കി ചെയ്തത് വീഡിയോ. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്ക് നന്നായി ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ ആ എൻഡിൽ ഞാനൊരു 3 കുന്തൻ സ്റ്റോൺ, ഐ സ്റ്റോണില്ലേ, 3 സെറാമിക് ഐ സ്റ്റോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ഭംഗിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എഡ്ജ് 2 സൈഡിലേക്ക് 2 ഇതൾ പോലെ, എന്നിട്ട് സെൻറ്ററിലൊന്ന്. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്ത് കളർ, ഇപ്പോൾ റെഡ് കൊടുക്കാം, സെറാമിക്കിൻ്റെ കൂടെ കോമ്പിനേഷനുള്ള കളറുകളാണ്. ഈ പേൾ ചെയിനൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മാച്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പല കളറും കൊടുക്കാം. സെൻറ്ററിലെ സ്റ്റോൺ മാറ്റിയിട്ട് അതിനും വേറെ കളർ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ വലിപ്പം കൂടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, ഓരോ ലെയർ കൂടെ കൂട്ടി കൊടുക്കുക. അതിനുശേഷം ആ 2 സൈഡ് ആ സ്റ്റോൺ വെച്ചില്ലേ, ആ സൈഡ് ജസ്റ്റ് ഓരോ ലെയർ, ജസ്റ്റ് ആ പകുതി ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ബോൾ ചെയിൻ കൊടുത്ത് 2 സൈഡും നന്നായിട്ടങ്ങ് ഒട്ടിക്കുക. ഇത് നമ്മൾ ചെയ്തിട്ട് ഒന്ന് നന്നായി കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഗമ്മൊക്കെ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൊന്നയിളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കാരണം പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്യാനും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൈ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ടോ, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഫുള്ളായിട്ടല്ല കവർ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും ഈ കമ്മലൊക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം സമയം എടുക്കും. കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്, പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം എന്താ പറയുക, ഇത് ഒട്ടിച്ചൊട്ടിച്ച് ചെയ്തെടുക്കാനൊക്കെയുള്ള ഒരു സമയം, പക്ഷേ ബുദ്ധിമുട്ടല്ല,
കുറച്ച് സമയം എടുക്കും, അധികം സമയം നമ്മൾ മെനക്കെടണം. കാരണം ഓരോ ലെയറൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വരാനാണ് സമയം. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത് ഞാൻ മേളിലുള്ള എന്താ പറയുക സ്റ്റഡ് ചെയ്യാണ്, ഇയർ സ്റ്റഡ് ചെയ്യാണ്. ഇയർ സ്റ്റഡിന് അതുപോലെ സെയിം അതേ വലിപ്പമുള്ള സ്റ്റോൺ തന്നെ എടുത്തു. അതിന് ജസ്റ്റ് 2 റൗണ്ടാണ് കൊടുക്കുന്നത്, ഒന്ന് ബോൾ ചെയിനും ഒന്ന് പേൾ ചെയിനും. അവിടെ വേറെ ഡിസൈനോ ഒന്നും കൊടുക്കുന്നില്ല, കാരണം ഒത്തിരി വീതി ഞാൻ ഒത്തിരി വലിപ്പം മേളിൽ കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ആവശ്യത്തിന് വലിപ്പമുണ്ട്. മേളിലുള്ള സ്റ്റഡ് ഒത്തിരി വലിപ്പം കൊടുക്കുന്നില്ല, ഹാങ്ങിങ്ങിന് ആവശ്യത്തിനുള്ള വലിപ്പമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പറയില്ലേ, ഇതിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ലെയർ എന്ത് ചെയ്യുക, സ്റ്റോൺ ചെയിനോ പേൾ ചെയിനോ എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക. അടുത്ത് ഞാൻ വീണ്ടും പേൾ ചെയിൻ കൊടുത്തു. ഇതാണ് എന്താ പറയുക 2 ഘട്ടം. ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെയ്തെടുക്കാനുള്ള ഒരു എന്താ പറയുക ബുദ്ധിമുട്ടല്ല. ഇത്രയും ചെയ്യാൻ ഈസിയാണ്, നമുക്ക് ജസ്റ്റ് ഒട്ടിക്കുന്നതല്ലേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. സ്ഥിരം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ല, ആദ്യമായി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് ഒത്തിരി നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുക്കിയാൽ മതി. നമ്മൾ അത് ഉരുകി പോകാതെ നോക്കണം. അങ്ങനെ ബോൾ ചെയ്യുന്നൊന്നും ഉരുകത്തില്ല. ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അല്ലെങ്കിൽ മെഴുതിരിയിൽ ഇങ്ങനെ സൈഡ് കാണിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്താലും മതി. ഇതുപോലെ. ഇനി ബാക്കിൽ ഞാൻ താഴെ ഒരു ഹാങ്ങിങ് കൂടെ കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഐ പിൻ ഒന്ന് ജസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിന് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്തില്ലേ നമ്മുടെ ഇതിലെ പ്രസ്സർ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അതിനൊന്ന് മേളിലോട്ട് ഇങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അടുത്തൊരു ഐ പിൻ കൂടെ ഞാൻ അകത്തേക്ക് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അതിനെ തിരിച്ച് ലോക്ക് ചെയ്തെടുത്തു. ഇതുപോലെ അത് വെച്ചപ്പോൾ കണ്ടില്ലേ. ഇനി അടുത്ത് സിംഗിളായിട്ടുള്ളൊരു ഐ പിൻ എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വയ്ക്കുക, മേളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് വലിച്ചെടുക്കില്ലേ, അതുപോലെ. എന്നിട്ട് ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ബീഡ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിനെ തിരിച്ച് ക്ലോസ് ചെയ്ത് വെച്ചു. ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്ത് ആ ഹാങ്ങിങ് പുറകിലേക്ക് കൊടുക്കുന്നു. ഞാൻ 2 ഐ പിൻ ഒരുമിച്ച് കണക്ട് ചെയ്ത് ആദ്യം, അല്ലാതെ സിംഗിളായിട്ട് ചെയ്തു. ഈ സിംഗിളിലാണ് ഞാൻ ഹാങ്ങിങ് കണക്ട് ചെയ്തത്. 2 ഐ പിൻ ഒരുമിച്ച് കണക്ട് ചെയ്തേണ്ട ഒരു ഐ പിൻ ഒരു സൈഡിൽ ഇതുപോലെ അത് എന്ത് പറയുന്നു, ഫസ്റ്റ് നമ്മൾ ആ ഹാങ്ങിങ്ങിൻ്റെ ആ സൈഡിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ബാക്കിൽ തന്നെ ഫെൽറ്റ് ഷീറ്റല്ല, നമ്മുടെ വാക്സ് സ്ട്രിപ്പ് കൊടുത്ത് അതിനൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് ഈ ബാലൻസ് നിൽക്കുന്ന അങ്ങ് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ പോർഷൻ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഞാൻ പ്രസ് ചെയ്തില്ലേ, അത് നമുക്കിനി ഇതിൽ കൂടെ കണക്ട് ചെയ്യാം. അതിപ്പോൾ രണ്ടെണ്ണത്തിൽ സെപ്പറേറ്റ് നമ്മുടെ 2 ഹാങ്ങിങ്സിൽ ഐ പിന്ന് സെപ്പറേറ്റ് കൊടുത്താലും മതി. ഇത് ഒറ്റയടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഐ പിൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഐ പിൻ ഇങ്ങനെ പ്രസ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ബാക്ക് സ്റ്റഡും കൊടുത്തതിന് ശേഷം ഒരു ഫെൽറ്റ് ഷീറ്റ്, ഒരു നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ സ്റ്റഡിന് കറക്റ്റായിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്ത ശേഷം ബാക്കിൽ അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി, അപ്പോഴേക്കും അതിലേക്ക് അങ്ങ് ആയിക്കോളും. അത് ഇളകി വരത്തില്ല, പിന്നെ ഇതൊന്നും കറക്റ്റായിട്ട് ഫിക്സ് ആയിരുന്നോളും. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകത്തേ ഇല്ല കേട്ടോ, നല്ല ബലമായിട്ടിരുന്നോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ഫിനിഷിങ് ഇല്ലാതെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഒരു ഫിനിഷിങ് ഇല്ലാത്തതോ അങ്ങനെ മോശമായിട്ടോ ഒന്നും അല്ലല്ലോ, വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ എഡ്ജിൽ ഒരു ചെറിയൊരു സ്റ്റോണും കൂടെ കൊടുത്ത് ഞാൻ. ഇതൊരു ഫിനിഷിങ് കുറവോ അങ്ങനെയൊന്നും വരത്തില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും ഒരു നല്ലൊരു ഇതായിട്ട് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.